ദേശീയപാതയിൽ കൊയിലാണ്ടി പൂക്കോട് റോഡിൽ കുഴികളും വെള്ളക്കെട്ടും. വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ദുരിതം. ഒന്നുകിൽ നാട്ടുകാർക്ക് റോഡാക്കി കൊടുക്കണം, അല്ലെങ്കിൽ തോടാക്കി കൊടുക്കണം. അതെ, ഇത് രണ്ടും ഉപകാരമില്ലാത്ത രീതിയിൽ പറ്റുമല്ലോ ജനങ്ങൾ. കേരള വിഷൻ വാർത്തയെ തുടർന്ന് വൈറ്റില ഹബ്ബ് റോഡ് കുഴിയടയ്ക്കുന്നു. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ലഡാക്കിൽ സൈനിക അഭ്യാസത്തിനിടെ ടാങ്ക് അപകടത്തിൽപ്പെട്ട സൈനികന് വീരമൃത്യു. 4 പേർക്കായി തെരച്ചിൽ തുടരുന്നു. അപകടം നദി മുറിച്ചു കടക്കുന്നതിനുള്ള പരിശീലനത്തിനിടെ. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം പ്രതികളെ പരീക്ഷ എഴുതിക്കാനുള്ള നീക്കം തടയണമെന്ന ആവശ്യം. സർവകലാശാലയ്ക്കെതിരെ ഗവർണർക്ക് മാതാപിതാക്കളുടെ പരാതി. മരണത്തിൽ കോളേജിന് വീഴ്ച പറ്റിയെന്ന കമ്മീഷൻ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറി. മുസ്ലിം ലീഗിനെതിരായ വിമർശനത്തിൽ ദേശാഭിമാനിക്ക് മറുപടിയുമായി ലീഗ് മുഖപത്രം. ദേശാഭിമാനി ലേഖനം CPM-നുള്ള ബൂമറാങ് എന്ന് ചന്ദ്രിക. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിന് വളമൊരുക്കുന്നത് CPM കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകത്തിനെതിരെ വിമർശനം. തോൽവി വിലയിരുത്തുന്നതിൽ പോലും പിഴവ്. UP ഗ്രേറ്റർ നോയിഡയിൽ മതിൽ തകർന്ന 3 കുട്ടികൾ മരിച്ചു. ഡൽഹി വസന്ത് വിഹാറിൽ മതിലിടിഞ്ഞ് കാണാതായ 3 പേരുടെയും മൃതദേഹം കണ്ടെടുത്തു. ഡൽഹിയിൽ തിങ്കളാഴ്ച വരെ കനത്ത മഴ തുടരും. പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിയ കമ്പനിക്കെതിരെ കേസ്. നടപടി CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിക്കെതിരെ. കേസ് പ്രദേശവാസിയുടെ പരാതിയിൽ. മൂന്നാറിൽ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയ ഹോട്ടൽ പൂട്ടിച്ചു പഞ്ചായത്ത്. T20 ലോകകപ്പിൽ ഇന്ന് കലാശ പോരാട്ടം. ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മത്സരം രാത്രി 8-ന് കെനിങ്സ്റ്റൺ ഓവലിൽ. കോപ്പ അമേരിക്കയിൽ പരാഗ്വേക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം.